കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ആരാവും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വന്നിരിക്കുന്നു. കർണാടകയിൽ സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായി തുടരും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരും എന്നുള്ള ഈ വാർത്തയുടെ പ്രത്യേകമായ വിശദാംശം എന്ന് പറയുന്നത് DK ശിവകുമാറിന് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അല്പം കൂടി കാത്തിരിക്കുക എന്ന് തന്നെയാണ്. കർണാടകയിൽ സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായി തുടരും, അല്പം കൂടി കാത്തിരിക്കൂ എന്ന് ഹൈക്കമാൻഡ് DK ശിവകുമാറിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ധരാമയ്യയെ മാറ്റാൻ കഴിയില്ല എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം. അതുകൊണ്ട് സിദ്ധരാമയ്യ തന്നെ കർണാടകയുടെ മുഖ്യമന്ത്രി പദത്തിൽ തുടരും. ഇനിയുള്ള 5 വർഷവും സിദ്ധരാമയ്യ തന്നെ കർണാടക മുഖ്യമന്ത്രിയായി തുടരുമെന്ന് പറയേണ്ടി വരും. പക്ഷേ അല്പം കൂടി കാത്തിരിക്കൂ എന്നുള്ള ആ വാക്ക് ഏത് രീതിയിലാണ് DK ശിവകുമാറിന് പ്രതീക്ഷ നൽകുന്നത്? അത് ഏതെങ്കിലും പ്രത്യേക വർഷത്തിന് ശേഷം 2.5 വർഷത്തിന് ശേഷം അവസരം നൽകുമെന്നുള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും DK ശിവകുമാറിനെ സംബന്ധിച്ചിട്ട് നിരാശ, കാരണം അല്പം കൂടി കാത്തിരിക്കുക എന്നാണ്. പക്ഷേ ആ നിരാശയിലും പ്രതീക്ഷയുടേതായ ഒരു സ്വരമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ധരാമയ്യയെ മാറ്റാൻ കഴിയില്ല എന്നാണ് ഹൈക്കമാൻഡ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ അനാവശ്യമായ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല, അനാവശ്യമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡിൻ്റെ നിലപാട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം DK ശിവകുമാർ പക്ഷത്ത് നിന്ന് ഡൽഹിയിലെത്തിയ MLA-മാരോട് ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല, നിങ്ങൾ മടങ്ങിപ്പോവുക എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവരോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയെ ശക്തമാക്കിക്കൊണ്ട് പാർട്ടിയെ ദുർബലപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹൈക്കമാൻഡ് കർശനമായിട്ടുള്ള രീതിയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അനാവശ്യ പ്രതിസന്ധി ഉണ്ടാവേണ്ടതില്ല, അതുമായി ബന്ധപ്പെട്ട് DK ശിവകുമാറിൻ്റെ പക്ഷത്തു നിന്ന് ഡൽഹിയിലെത്തിയ MLA-മാരോട് പിരിഞ്ഞു പോവുക, മടങ്ങിപ്പോവുക എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 6 MLA-മാരാണ് ഈ ഒരു ആവശ്യവുമായിട്ട് DK ശിവകുമാറിൻ്റെ മുഖ്യമന്ത്രി പദലബ്ധിക്ക് വേണ്ടി ഡൽഹിയിലെത്തിയിരുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇപ്പോൾ കർണാടകയുടെ മുഖ്യമന്ത്രി പദത്തിൽ സിദ്ധരാമയ്യ വിജയശ്രീലാളിതനായിട്ട് തുടരുന്നു. മുഖ്യമന്ത്രി പദത്തിലെ തുടർച്ച ലഭിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിൽ കർണാടകയെ ഇനിയുള്ള വർഷങ്ങളിൽ ഭരിക്കാൻ പോകുന്നതും സിദ്ധരാമയ്യ തന്നെ എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത്. ശിവകുമാർ കാത്തിരിക്കേണ്ടി വരും, കാത്തിരിക്കൂ, അല്പം കൂടി കാത്തിരിക്കൂ. അല്പം എന്ന വാക്ക് പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഉള്ള മുഖ്യമന്ത്രി പദ കൈമാറ്റം എന്നുള്ള വാഗ്ദാനം ലഭിച്ചിട്ടുണ്ടോ, അതിപ്പോൾ പുറത്തു പറയാവുന്ന അവസ്ഥയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവ്യക്തമാണ്. എന്തായാലും സിദ്ധരാമയ്യ കർണാടകയിൽ മുഖ്യമന്ത്രിയായി തുടരും എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത.